ഹായ് ഫ്രണ്ട്സ്, ജാബിറാണ്. നമ്മൾ നിൽക്കുന്നത് ഇന്ന് കാക്കനാട് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റിലാണ്. നമ്മൾ എ സ്ട്രക്ചർ റൂഫിൽ ചെയ്യുമ്പോൾ സ്പാനിഷ് മോഡൽ റൂഫൊക്കെ ചെയ്യാൻ നേരത്തെ നമ്മൾ ഫുൾ സ്ട്രക്ചർ ചെയ്യാതെ ഇതേപോലെ സൈഡ് വരുന്ന ഭാഗങ്ങളിൽ സൺഷെയ്ഡ് അല്ലെങ്കിൽ എയർ റൂഫിന്റെ ഭാഗങ്ങളിൽ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് സ്ട്രക്ചറിൽ നിർത്താൻ പറ്റും. ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ എക്സ്റ്റീരിയർ ഏരിയ നമുക്ക് ഈ സിമെന്റ് ബോർഡ് വെച്ച് കവർ ചെയ്യേണ്ട ആവശ്യമില്ല. ഫുൾ കോൺക്രീറ്റിൽ തന്നെ നിൽക്കുകയും ചെയ്യും. മെയിൻ്റനൻസ് വളരെ കുറവ് വരും. ഈ സൺഷെയ്ഡിന്റെ കോൺക്രീറ്റ് സ്ലാബ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ റൂഫ് ചെയ്യണം. അപ്പോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ റൂഫ് നമ്മൾ സിമെന്റ് ബോർഡ് 12 തിക്നെസ് എടുക്കാനുണ്ട് അറേഞ്ച്. ആ അറേഞ്ച് താഴ്ത്തിയിട്ടാണ് റൂഫ് ചെയ്യാം. അപ്പോൾ അറേഞ്ച് കറക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഷിംഗിൾസ് ഇടാൻ നേരത്ത് സ്ട്രക്ചറിന്റെയും ഈ കോൺക്രീറ്റ് സ്ലാബിന്റെയും മുകളിൽ വരുന്ന ഷിംഗിൾസ് കറക്റ്റ് ലെവലായിരിക്കും. നമുക്ക് സിമെന്റ് ബോർഡ് അടിക്കുന്നതിന് മുമ്പ് ഹീറ്റ് ബാരർ എന്നൊരു മെറ്റീരിയൽ യൂസ് ചെയ്യും. അതാണ് ഇത്, ചൂട് പറയാൻ വേണ്ടിയുള്ള മെറ്റീരിയൽ യൂസ് ചെയ്യും. ഇതിന്റെ മുകളിലാണ് സിമെന്റ് ബോർഡ് യൂസ് ചെയ്യുന്നത്. മൊത്തം വർക്ക് കഴിഞ്ഞിട്ടുള്ള ഫിനിഷിംഗ് ആണ് നമ്മൾ കാണുന്നത്. കേട്ടാ ആ ഫീലാണ് നമ്മൾ വാർത്തിട്ട് ചെയ്തതെന്ന് പറയുള്ളൂ. ചെറിയ വർക്കാണെങ്കിലും സ്കാഫ്സ് ചെയ്തു തരുന്നതാണ്. സൗത്ത് ഇന്ത്യയിൽ എവിടെയായാലും സർവീസ് അവൈലബിൾ ആണ്.